അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 48 മണിക്കൂർ മുൻപ് പാലിക്കേണ്ട കർശനമായ നിയന്ത്രണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരുടെയും പോളിംഗ് സംവിധാനങ്ങളുടെയും കണക്ക് പുറത്തുവിട്ട് രത്തൻ യു ഖേൽക്കർ പോളിംഗ് ദിനമായ ഏപ്രിൽ 9 ശമ്പളത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിനായി 30,471 പോളിംഗ് സ്റ്റേഷനുകളും 24 ഓക്സിലറി ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവാണെന്ന പരാതിയുമായി NGO അസോസിയേഷൻ. കഴിഞ്ഞ തവണ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാൻ 12 കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ തവണ വെറും 3 കേന്ദ്രങ്ങൾ മാത്രമേയുള്ളൂ എന്നുമാണ് പരാതി. ആദ്യ പിണറായി മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിനെതിരെ മാത്യു കുഴൽനാടൻ MLA കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്നും മാത്യു ടി തോമസ് സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സംസ്ഥാനത്തെ കുരുതി കൊടുത്തെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ആരോപണത്തിന് തെളിവായി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടു. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദ സന്ദേശം തന്റേതല്ലെന്നും AI ആണോ എന്ന് സംശയമുണ്ടെന്നും ഇന്ന് തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്നും K കൃഷ്ണൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ആരോപണമാണെന്നും മാത്യു ടി തോമസിനെ മോശക്കാരനാക്കാനാണ് ഇതെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആരോപണം മാത്യു ടി തോമസും നിഷേധിച്ചു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മനസ്സ് LDFനൊപ്പമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPM BJP ഡീൽ ആരോപണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിമർശിച്ചു. K സുധാകരന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രചരിച്ച കത്ത് വ്യാജമെന്നും തന്റെ പേരിലും കത്ത് പ്രചരിക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ CPM എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകരുതെന്നാണ് ആഗ്രഹമെന്ന K സുധാകരന്റെ പ്രസ്താവന സ്നേഹവാക്കുകളെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം CPMൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. CPMൽ സാധാരണ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് ഇത്തവണ ഉണ്ടായത്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പോലും സർക്കാരിനെതിരാണ്. മുഖ്യമന്ത്രി സ്വന്തം പ്രോഗ്രാം റിപ്പോർട്ട് ഇറക്കി. ജനങ്ങൾ സർക്കാരിന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ രേവന്ത് റെഡ്ഡി പാലിക്കേണ്ട ചില മര്യാദകളുണ്ടെന്നും അദ്ദേഹം അത് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഡാഷ് മോനെ രേവന്തേ മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രേവന്ത് റെഡ്ഡി നേരത്തെ മുഖ്യമന്ത്രിയെ നീ പോ മോനെ വിജയ എന്ന് വിളിച്ചിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ് മോൻ പരാമർശത്തിൽ പ്രതികരിച്ച് VD സതീശൻ. ഒന്നുകൂടെ ചോദിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആ ഡാഷും കൂടി പൂരിപ്പിച്ചേനെ എന്നും ദൈവമേ അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിനത് എന്ത് നാണക്കേടാകുമായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. NDAക്ക് സീറ്റുകൾ ലഭിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് നൽകണമെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയെന്നും ലത്തീഫ് പറഞ്ഞു.
ഡബിൾ ലോക്കും താക്കോലും പറയുന്നവർക്ക് അഹങ്കാരമാണെന്നും നേമത്ത് BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ. നേമത്തെ എതിർ സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടി വലിയ നേതാവാണെന്നും മന്ത്രിയാണെന്നും മാങ്ങയാണെന്നും ചക്കയാണെന്നും ഒക്കെയാണല്ലോ പറയുന്നതെന്നും അങ്ങനെയെങ്കിൽ വിവാദമുണ്ടാക്കാതെ വികസനം ചർച്ച ചെയ്യട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. താനൂരിനെ പാകിസ്ഥാനോട് ഉപമിച്ച് മന്ത്രി V. അബ്ദുറഹിമാൻ. താനൂരിൽ 2 മാച്ചുകൾ കളിച്ചു. അത് പാകിസ്ഥാനിലായിരുന്നു. 2ലും അവരെ തോൽപ്പിച്ചു. ഇനി 3ാമത്തെ മാച്ച് അത് ഹോം ഗ്രൗണ്ടിൽ ആണെന്നായിരുന്നു V. അബ്ദുറഹിമാന്റെ പരാമർശം. പിന്നാലെ V. അബ്ദുറഹിമാൻ താനൂരിനെ അവഹേളിച്ചെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. CPMനെ വിമർശിച്ച് ഒറ്റപ്പാലത്തെ BJP സ്ഥാനാർത്ഥിയും സംവിധായകനുമായ മേജർ രവി. ഒറ്റപ്പാലത്തെ മുൻ BJP സ്ഥാനാർത്ഥിക്ക് PK ശശി 50 ലക്ഷം ഓഫർ ചെയ്തെന്ന CPMന്റെ ആരോപണം ഡേർട്ടി പൊളിറ്റിക്സ് ആണെന്നാണ് മേജർ രവിയുടെ വിമർശനം. തന്റെ ജയം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെന്നും കൊട്ടാരക്കരയിൽ വിസ്മയമുണ്ടാക്കുമെന്നും ഐഷ പോറ്റി. തനിക്കെതിരായ വ്യക്തി അധിക്ഷേപം പിള്ളേരുടെ അറിവുകേടാണെന്നും താൻ രാഷ്ട്രീയ വഞ്ചന നടത്തിയിട്ടില്ലെന്നും രാഷ്ട്രീയ വഞ്ചന നടത്തിയതിന്റെ കുറ്റബോധം CPMനെ ബാധിക്കുമെന്നും ഐഷ പോറ്റി പറഞ്ഞു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി തെറ്റെന്ന് കേന്ദ്ര സർക്കാർ. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറുമെന്ന് വാദം. വിശ്വാസ വിഷയത്തിൽ കോടതികൾ ഇടപെടരുതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ വാദങ്ങൾ കേന്ദ്ര സർക്കാർ എഴുതി നൽകി. യുവതീ പ്രവേശന ഹർജികളിൽ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ഇന്നു മുതൽ വാദം കേൾക്കും. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ PA മാധവനുണ്ടായ അപകടം ദുരൂഹമാണെന്ന് മകൻ സമീർ M. നായർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മകൻ പോലീസിൽ പരാതി നൽകി. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ് വാഹനമിടിച്ചതിന് കാരണമെന്നും വാഹനാപകടം നടക്കുന്ന സമയത്ത് PA മാധവൻ മണലൂർ മണ്ഡലത്തിന്റെ ചുമതലക്കാരനായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. വൈക്കത്ത് തലയാഴം CPI ഓഫീസിന് മുന്നിൽ കർഷകൻ തൂങ്ങിമരിച്ചു. CPIക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷമാണ് കർഷകനായ പുളിക്കാശ്ശേരി ചെല്ലപ്പൻ ജീവനൊടുക്കിയത്. കൃഷിയുമായി മുന്നോട്ടു പോകാൻ CPI തടസ്സം നിന്നെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി CPI ആണെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. 234 മണ്ഡലങ്ങളിലുമായി 4574 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. സംഘർഷം, സൈനിക നടപടികൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കുവൈത്തിലെ സൈബർ ക്രൈം വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് കുവൈത്ത് നിയമപ്രകാരം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സൈബർ ക്രൈം വിഭാഗം അറിയിച്ചു. എയർ ഇന്ത്യ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ രാജിവെച്ചതായി റിപ്പോർട്ട്. രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചതായും തന്റെ തീരുമാനം എയർലൈൻ ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചതായും PTI റിപ്പോർട്ട് ചെയ്തു. എയർലൈൻ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടില്ല. മണിപ്പൂരിൽ ചൊവ്വാഴ്ച പുലർച്ചെ വീടിന് നേരെയുണ്ടായ ബോംബേറിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. വീട്ടിൽ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 5 വയസ്സുകാരനും 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞുമാണ് മരിച്ചത്. ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ് ട്രാങ്ലാവോബിയിലെ ജനവാസ മേഖലയിലേക്കാണ് ബോംബേറുണ്ടായത്. LPG ക്ഷാമം രൂക്ഷമായതിന് പിന്നാലെ തൊഴിലാളികൾക്കായുള്ള 5 കിലോ സിലിണ്ടറുകളുടെ ക്വാട്ട ഇരട്ടിയാക്കി കേന്ദ്രം. ദില്ലിയടക്കം പ്രധാന നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾ ഭക്ഷണം പാകം ചെയ്യാൻ സിലിണ്ടർ കിട്ടാത്തതിനെ തുടർന്ന് നാട്ടിലേക്ക് പലായനം തുടങ്ങിയിരുന്നു. ഇത് വ്യവസായശാലകളിലടക്കം വലിയ പ്രതിസന്ധിയായതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മുജ്തബ ഖമൈനെയി ഭരണനിർവഹണത്തിന് കഴിയാത്ത വിധം അശക്തനാണെന്നും കോം നഗരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ. ട്രംപിന്റെ കടുത്ത ഭീഷണിക്കിടയിലും ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് ഇറാൻ. സൗദിയിലെ ഊർജ്ജ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടം വീണു. ഇതിനിടെ ഹോർമൂസിൽ ബഹ്റൈൻ മുന്നോട്ട് വെച്ച പ്രമേയത്തിൽ UN-ൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും.
മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുകയാണ്. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾക്ക് ചുറ്റും അണിനിരക്കാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്ത് ഇറാൻ കായിക യുവജന മന്ത്രാലയം ഉപമന്ത്രി അലിറേസ റഹീമി. ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യത്തുടനീളമുള്ള വൈദ്യുതി നിലയങ്ങൾക്ക് മുന്നിൽ യുവാക്കളും കലാകാരന്മാരും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യച്ചങ്ങല തീർക്കണമെന്നാണ് അലിറേസ റഹീമി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പരിഹസിച്ചു തള്ളി ഇറാൻ. ട്രംപിന്റേത് ഭ്രാന്തൻ പരാമർശങ്ങളാണെന്നും വീണ്ടുവിചാരമില്ലാത്ത ഭീഷണികൾ അമേരിക്കയുടെ അപമാനം ഇല്ലാതാക്കില്ലെന്നും ഇറാൻ സൈനിക നേതൃത്വം പരിഹസിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.